ഇന്ത്യ വിരുദ്ധ നിലപാടുകളിൽ എപ്പോഴും മുൻപന്തിയിലുള്ള BBC ന്യൂസ് അതിനായി കിട്ടിയ പുതിയ അവസരവും പാഴാക്കിയില്ല. അതിനായി ഇത്തവണ അവർ ചെയ്തത് അമേരിക്കയിലെ വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഗവേഷണ ഗ്രൂപ്പ് എന്ന് പറയപ്പെടുന്ന ഇന്ത്യ ഹെയ്റ്റ് ലാബ് തിങ്കളാഴ്ച പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ്. BBCയുടെ റിപ്പോർട്ടിൽ പറയുന്നത് 2024 ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ വിദ്വേഷ പ്രസംഗങ്ങൾ 74% വർദ്ധിച്ചു എന്നും രാജ്യത്തെ ദേശീയ തെരഞ്ഞെടുപ്പുകളിലാണ് ഇത് ഏറ്റവും ഉയർന്നത് എന്നുമാണ്. കഴിഞ്ഞ വർഷം 1165 സംഭവങ്ങൾ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയ രാഷ്ട്രീയക്കാരാണ് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗം നടത്തിയത് എന്നും BBC പറയുന്നു. മുസ്ലിങ്ങൾക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയതെന്നും, അതായത് 98.5%. ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയത് BJPയോ അവരുടെ നേതാക്കളോ ആണെന്നും കൂടുതലായി മോദിയും അമിത്ഷാവുമാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. BBC ഇന്ത്യ ഹെയ്റ്റ് ലാബിന്റെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് BJPയുടെ വക്താക്കളെ നേരിട്ട് ബന്ധപ്പെട്ടുവെന്നും അവരിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരാഞ്ഞുവെന്നും BBC ന്യായീകരണമായി പറയുന്നു. ഇന്ത്യ ഹെയ്റ്റ് ലാബിന്റെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ BJPയുടെ ജയ്വീർ ഷെർഗിൽ പറഞ്ഞത്, ഇന്നത്തെ ഇന്ത്യക്ക് സ്വന്തം പ്രതിച്ഛായ മുൻവിധികളിലൂടെ തകർക്കാൻ ശ്രമിക്കുന്ന നിക്ഷിപ്ത താൽപര്യക്കാർ നടത്തുന്ന ഒരു ഇന്ത്യ വിരുദ്ധ റിപ്പോർട്ടിംഗ് വ്യവസായത്തിൽ നിന്നും ഒരു സർട്ടിഫിക്കേഷനും ആവശ്യമില്ല എന്നു പറഞ്ഞുവെന്നും BBCയുടെ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചാരണത്തിനിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയെന്നും മെയ് മാസത്തിൽ പ്രതിപക്ഷ നേതാക്കൾ മുസ്ലിങ്ങളെ പൈശാചികവൽക്കരിച്ചു എന്ന് പറഞ്ഞ് ഇട്ട സോഷ്യൽ മീഡിയ പോസ്റ്റ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നും പോസ്റ്റ് നീക്കം ചെയ്യുകയും ഉണ്ടായി എന്നും ആരോപിക്കുന്നു. 2024 മെയ് മാസത്തിൽ മാത്രം 269 ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നും ഇന്ത്യ ഹെയ്റ്റ് ലാബിനെ ഉദ്ധരിച്ചുകൊണ്ട് BBC പറയുന്നു. BJP നേരിട്ട് ഭരിക്കുന്നതോ സഖ്യത്തിൽ ഭരിക്കുന്നതോ ആയ സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിയത് എന്നും രാഷ്ട്രീയ റാലികൾ, മതപരമായ ഘോഷയാത്രകൾ, പ്രതിഷേധ മാർച്ചുകൾ, സാംസ്കാരിക ഒത്തുചേരലുകൾ എന്നിവ എല്ലാം ചേർത്ത് 340ഓളം പരിപാടികളുടെ സംഘാടകരും ഭരണകക്ഷിയായിരുന്നു. ഇത്തരം പരിപാടികൾക്കിടെയാണ് ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ ഉണ്ടായത് എന്നും ഇത് 2003 അപേക്ഷിച്ച് 580% വർധന രേഖപ്പെടുത്തിയെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ BBC പലപ്പോഴും ഇന്ത്യ വിരുദ്ധ പക്ഷപാതം കാണിക്കുന്നതായി ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ നെഗറ്റീവ് വശങ്ങൾ മാത്രം ചർച്ച ചെയ്യാനാണ് അവർ എപ്പോഴും താൽപര്യം കാണിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പെയും പലതവണ റിപ്പോർട്ടുകളായും ഡോക്യുമെന്ററികളായും ഇന്ത്യക്കെതിരെ പ്രചരണം നടത്തിയിട്ടുണ്ട്. 2002 ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പങ്ക് എന്ന തരത്തിൽ ഇന്ത്യ ദി മോഡി ക്വസ്റ്റ്യൻ എന്ന BBCയുടെ ഡോക്യുമെന്ററി വിവാദമായിരുന്നു. പിന്നീട് ഇന്ത്യ ഗവൺമെന്റ് ഈ ഡോക്യുമെന്ററിയുടെ ഓൺലൈൻ പ്രചാരണം തടയുകയും ചെയ്തിരുന്നു. കൂടാതെ പൗരത്വ ഭേദഗതി നിയമം, കർഷകരുടെ പ്രതിഷേധങ്ങൾ, കാശ്മീരിനെ കുറിച്ചുള്ള റിപ്പോർട്ടിംഗ് എന്നിവയിലെല്ലാം പക്ഷപാതപരമായ നയങ്ങളാണ് BBC എപ്പോഴും എടുത്തിട്ടുള്ളത്. സാമ്പത്തിക ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി 2023 ഇന്ത്യൻ ടാക്സ് ഓഫീഷ്യൽസ് ഡൽഹിയിലെയും മുംബൈയിലെയും BBCയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തിയിരുന്നു. എന്നാൽ ഇതിനെ BBC വിമർശനാത്മക റിപ്പോർട്ടിങ്ങിനോടുള്ള ഇന്ത്യയുടെ പ്രതികാരമായി വരുത്തി തീർക്കാനാണ് അഥവാ പ്രചരണം നടത്താനാണ് അവർ ശ്രമിച്ചത്. മറ്റു പല പാശ്ചാത്യ മാധ്യമങ്ങളെയും പോലെ നവ കൊളോണിയൽ ആഖ്യാനം നിലനിർത്താനും അതിന്റെ ആഗോള ഉയർച്ചയെ ദുർബലപ്പെടുത്താനും BBC ഇന്ത്യയെ എപ്പോഴും നെഗറ്റീവായി ചിത്രീകരിക്കാനാണ് ശ്രമിക്കാറുള്ളത്.